ആളുകളിൽ പ്രധാനപ്പെട്ട സർക്കാർ ജീവനക്കാരുടെ സംഘടനയായ NGO യൂണിയനും NGO അസോസിയേഷനും ജോയിന്റ് കൗൺസിലും വീതിച്ച 1 ലക്ഷം പോലും കിട്ടാത്ത 3 ലക്ഷത്തെ 6-7 സംഘടനകളായി വീതിക്കുമ്പോൾ 1 ലക്ഷം പോലും അംഗങ്ങളില്ലാത്ത ഒരു സാഹചര്യം സർക്കാർ ജീവനക്കാർക്ക് നിലനിൽക്കുന്നതിനാൽ ശക്തമായ ഒരു സമര പരിപാടി അവരുടെ പ്രധാന ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്താനുള്ള അംഗബലം ഇല്ലാതെ നിലനിൽക്കുന്നു. അതേ സമയത്ത് കേരളത്തിൽ ഏറ്റവും ശക്തമായ ഒരു സമരം നടത്താൻ ശക്തമായ സംഘടന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയനാണ്. 3,18,000 സിസ്റ്റം അംഗങ്ങളുള്ള ഏക സംഘടന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയനാണ്. ആ സംഘടനയുടെ അംഗബലം കുറയ്ക്കാനുള്ള ഒരു നടപടി നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകരുത്. 4-3-7 ആളില്ലാത്ത 6-7 സംഘടനകൾ, പെൻഷൻ സംഘടനകൾ കേരളത്തിൽ നിലനിൽക്കുമ്പോൾ 1 ലക്ഷം അംഗങ്ങൾ പോലും ഏറ്റവും വലിയ സംഘടനയ്ക്ക് ഇന്ന് കേരളത്തിലില്ല. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയൻ കഴിഞ്ഞാൽ 1 ലക്ഷം അംഗങ്ങൾ പോലും ഇല്ലാത്ത സംഘടനയാണ് തൊട്ടടുത്ത് നിൽക്കുന്നത്. ഇവർക്കൊന്നും പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ സമരം ചെയ്ത് മേടിക്കാനുള്ള ശക്തിയില്ല എന്നുള്ള ബോധ്യം പുതിയതായിട്ട് റിട്ടയർ ചെയ്തു വരുന്ന ആളുകളെ ബോധ്യപ്പെടുത്താനും റിട്ടയർ ചെയ്യുന്ന എല്ലാ പെൻഷൻകാരെയും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയന്റെ കൊടിക്കീഴിൽ അണിനിരത്താനുള്ള പ്രവർത്തനത്തിൽ നിങ്ങളുടെ സജീവ സാന്നിധ്യവും പങ്കാളിത്തവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഏപ്രിൽ നടക്കാൻ പോകുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടി ഈ ഒട്ടും വൈകാതെ നമ്മുടെ യൂണിറ്റ്, ബ്ലോക്ക്, ജില്ലാ സമ്മേളനങ്ങൾ സമയബന്ധിതമായി നടത്തി ജനുവരിയോട് കൂടി സംസ്ഥാന സമ്മേളനത്തിന് ഒരുക്കമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ രൂപം കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. സംസ്ഥാന ട്രഷറർ കെ സദാശിവൻ സാറെ ക്ഷണിക്കുന്നു. പ്രിയങ്കരനായ മോഹൻ, വിനി തുടങ്ങിയ സംഘടനാ നേതാക്കന്മാരെ, എൻ്റെ പേന കയ്യിലുണ്ടോ? നമ്മുടെ സംഘടന വളരെയേറെ വ്യത്യസ്തതകളുള്ള സംഘടന. സാധാരണ ഒരു സംഘടന കെട്ടിപ്പടുക്കുക എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴോട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സംസ്ഥാനത്തൊരു സംഘടന രൂപീകരിക്കണമെന്ന് പറഞ്ഞാൽ അതിന് മുൻകൈ എടുത്ത് ഒരു സംസ്ഥാന നിലവാരത്തിലുള്ള കമ്മിറ്റിയുണ്ട്. അങ്ങനെ താഴോട്ട് ജില്ല, പിന്നെ ഘടകങ്ങൾ രൂപീകരിച്ചു വന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ജനാധിപത്യ രീതി അനുസരിച്ച് താഴെ നിന്ന് മുകളിലോട്ട് തിരഞ്ഞെടുപ്പ് ഭാരവാഹികളും. നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടായ സംഘടനയാണ്. അങ്ങനെ ഉണ്ടായ സംഘടനകൾ, ഞാൻ ഈ പറഞ്ഞ മാതിരി ഉണ്ടായ സംഘടനകൾ, മുകളിൽ താഴോട്ട് കെട്ടിപ്പടുത്തുണ്ടായ നിരവധി സംഘടനകൾ ലയിച്ച് അവസാനം 2 സംഘടനകളായി. ആ 2 സംഘടനകൾ ഒരു സംഘടനയായി രൂപീകരിക്കാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കീഴ് ഘടകം മുതൽ 2 സംഘടനകളുടെയും ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്ന് സമ്മേളനം നടത്തി പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് സംസ്ഥാനത്തെത്തുകയും ഈ 2 വിഭാഗത്തിൽ നിന്നുള്ള ആളുകളുടെ പ്രാതിനിധ്യത്തോടുകൂടി ഈ സംഘടന രൂപീകരിക്കുകയും. അതാണ് ഈ സംഘടന രൂപീകരിച്ചതിനുള്ള പ്രത്യേകത. പിന്നെ വിവിധ മേഖലയിലുള്ള, വിവിധ സ്വഭാവത്തിലുള്ള, വിവിധ ചിന്താഗതിയുള്ള ആളുകളുടെ കൂട്ടായ്മയാണ് ഈ സംഘടന. പല സംഘടനകളും അങ്ങനെയല്ല. ഇപ്പൊ സർവീസ് സംഘടനാ രംഗത്ത് പ്രവർത്തിച്ചു വന്നിട്ടുള്ള, അധ്യാപക സംഘടനാ രംഗത്ത് നിന്ന് പ്രവർത്തിച്ചു വന്നിട്ടുള്ള, ഒരു സംഘടനാ പ്രവർത്തനവും നടത്താത്ത രംഗത്തില്ല അല്ലെ? ഇവരെല്ലാം ലക്ഷ്യം വെച്ച് വരുമ്പോൾ എല്ലാം കൂടെ ചേർത്ത് ഉള്ള സംഘടനയാണ് നമ്മുടെ സംഘടന. അപ്പൊ നമുക്ക് കുതിരയ്ക്ക് പുറപ്പെട്ട വ്യക്തിയെ പോലെ അങ്ങനെ മുമ്പോട്ട് പോകും മറ്റു സംഘടനകളെ പോലെ. അതിന് വിശാല അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കപ്പെട്ട സംഘടന എന്ന മഹത്തായ കാര്യം ഉള്ളപ്പോൾ തന്നെ അങ്ങനെ സംഘടിപ്പിക്കപ്പെടുന്ന സംഘടനയ്ക്ക് ഉണ്ടാകാവുന്ന ദൗർബല്യം എന്ന് പറയുന്നത് കൃത്യമായ അച്ചടക്കത്തോടു കൂടി മുന്നോട്ട് പോകുന്നതിന് വൈമുഖ്യമുണ്ടാവും. അതെന്തിനാ അങ്ങനെ പോകുന്നത്? അതിലേക്ക് വരെ താമസിക്കും.
കാര്യം ഓരോരുത്തരും ഓരോ ലെവലിലാണ്. തന്നെയല്ല ഓരോ മേഖലയിൽ ഓരോ സ്ഥാനങ്ങളിൽ ഇരുന്ന് അതിന്റെ ഹാങ് ഓവർ മാറാത്ത ആളുകളാണ് അല്ലെ. അഡീഷണൽ സെക്രട്ടറി ആയിട്ട് പെൻഷൻ പറ്റും, കോളേജ് അധ്യാപന പ്രൊഫസറായി പെൻഷൻ പറ്റിയാണ്, പ്രൈമറി സ്കൂൾ അധ്യാപകനായി പെൻഷൻ പറ്റിയാണ്, പ്യൂണായി പെൻഷൻ പറ്റിയാണ്, ക്ലാസ് 4 ആയി പെൻഷൻ പറ്റിയ ആളുകൾ. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഹാങ് ഓവർ വരുന്ന ആളുകളുണ്ടാവും. ചിലപ്പോ നമ്മുടെ സംഘടനയുടെ പ്രധാന നേതാവ് എന്ന് പറയുന്നത് ക്ലാസ് 4 ജീവനക്കാരനാവും. മനസ്സിലായില്ലേ? അവിടെ കമ്മിറ്റിയിൽ ഉണ്ടാകുന്നത് ചിലപ്പോൾ കോളേജ് അധ്യാപകനും അഡീഷണൽ സെക്രട്ടറിയും ആവും. ആദ്യമൊക്കെ ആ ഹാങ് ഓവർ ഉണ്ടാവും. ശേഷിച്ച് ഞാൻ ഈ പറഞ്ഞ സംഘടനാ രീതിയിൽ അങ്ങനെ അച്ചടക്കത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് സംഘടനയുടെ അത്യാവശ്യമാണ് അല്ലേ. ഉപരികമ്മിറ്റികൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഭംഗിയായി താഴത്തെ ഘടകങ്ങൾ പരിശോധിച്ച് നടപ്പാക്കുവാനുള്ള ചിട്ടയായ തീരുമാനമാണ് അച്ചടക്കപരമായ സംഘടനാ പ്രവർത്തനം. നമ്മുടെ സംഘടനയിൽ അങ്ങനെ വരുന്നതിന് വളരെയേറെ ബുദ്ധിമുട്ടായി. ഏതാണ്ട് 10-15 വർഷക്കാലമായി ഈ സംഘടന പരിഹരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന വളരെ ഗുണകരമായ രീതിയിലേക്കാണ് നമ്മുടെ സംഘടന മുന്നോട്ട് പോകുന്നത്. ആ സംഘടനയുടെ 33ാം വാർഷിക സമ്മേളനം നിങ്ങൾ നടത്തുകയാണ്. അതിന്റെ നേതാക്കന്മാരാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. ആ സമ്മേളനം നടത്തുക എന്ന് പറയുന്നത് എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളമോ സമ്മേളനം നടത്തുന്നതിന് തിരുവനന്തപുരം ജില്ലയ്ക്ക് സംബന്ധിച്ചിടത്തോളമോ തൃശ്ശൂർ കോഴിക്കോട് ജില്ലകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമില്ല. കാര്യം എന്താ, 30,000-ലേറെ മെമ്പർഷിപ്പുള്ള ജില്ലകളാണ്. നോക്കൂ, 4,500 മെമ്പർഷിപ്പ് മാത്രമുള്ള വയനാട് എത്രയേറെ